കേരള ജനപക്ഷം സെക്കുലർ NDAയിലേക്ക് ചേക്കേറിയിട്ട് കഷ്ടിച്ച് 1 മാസമായിട്ടില്ല. പക്ഷെങ്കിൽ PC ജോർജിന് മത്സരിക്കുവാൻ സീറ്റ് വേണം. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മാണിസാറിന്റെ അഭാവത്തിൽ പാലായിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള ജനപക്ഷം സെക്കുലറിന് മത്സരിക്കുവാൻ അർഹതയുണ്ടത്രേ. NDAയോട് ആ സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏത് മുന്നണിയിൽ ചെന്നാലും അദ്ദേഹത്തിന് കസേര വേണം, അല്ലെങ്കിൽ ഇരിക്കുവാനൊരു ഇരിപ്പിടം അദ്ദേഹത്തിന് ആവശ്യമാണ്. ചിലപ്പോൾ സ്വതന്ത്രനായിട്ട് ജനപക്ഷം പാലായിൽ നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടുന്ന് ജയിക്കുമായിരുന്നു. ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായിട്ട് മത്സരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അതിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മകനെ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുവാനുള്ള ഒരു ലക്ഷ്യമാണ് ഇതെന്ന പൊതുവെയുള്ള പറച്ചിൽ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെങ്കിൽ ഇതിനു മുമ്പ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ നിൽക്കെ കഷ്ടിച്ച് 1 മാസം പോലും ആവാത്ത ഒരു പാർട്ടി BJP സീറ്റ് കൊടുക്കുമോ? PC ജോർജിന്റെ നേട്ടങ്ങൾ കൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും KSന് വോട്ട് കൂടുമോ? എന്നാൽ വൻ ശക്തിയായി മാറുമെന്ന് PC ജോർജ് അവകാശപ്പെടുന്നെങ്കിലും വോട്ടെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ സീറ്റ് ലഭിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയാം അദ്ദേഹം എങ്ങനെയായിരിക്കും ചൂടമാറ്റി ചവിട്ടുന്നതെന്നും അദ്ദേഹം വീണ്ടും ഈ NDA മുന്നണി വിട്ടു പോകുമോ എന്നും. ഒരുപക്ഷെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയായിരുന്നുവെങ്കിൽ ഈ സീറ്റ് ചിലപ്പോൾ ജനപക്ഷത്തിന് കിട്ടിയാനെ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഇലക്ഷൻ റിസൾട്ട് വന്ന് അടുത്ത വിജ്ഞാപനം വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഇലക്ഷൻ നടക്കൂ. അപ്പോൾ നമ്മൾ ഇതുവരെ PC ജോർജിനെ കണ്ടത് ഇടത് വലത് മാറി സ്വതന്ത്രനായി വീണ്ടും BJPയിലേക്കും ചേക്കേറി. കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ കൊഴിഞ്ഞുപോയി. കാറ്റത്ത് മരത്തിന്റെ ഇലകൾ പൊഴിയുന്നത് പോലെയാണ് കൂടെയുള്ളവർ പൊഴിഞ്ഞു പോയത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാം ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടായെന്നാണ്. എന്താണെങ്കിലും അദ്ദേഹം അവിടെ വിജയപ്രതീക്ഷ നേടുന്നുണ്ട്. BJPക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. BJP ഈ ഇലക്ഷനിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനപക്ഷത്തിന് അവിടെ സപ്പോർട്ട് ചെയ്യുമോ? NDAയുടെ സ്ഥാനാർത്ഥിയെ സർക്കുലറിൽ നിന്നാകുമോ വരുന്നത്? ജനപക്ഷം അവിടെ ഒരു വേരുറപ്പിക്കുമോ? കണ്ടറിയാം. മാണിസാർ സ്വന്തം കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ അതിഥികളെ പോലെ, സ്വന്തം വീട്ടുകാരെ പോലെ കണ്ടിരുന്ന പാലാക്കാർ ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമോ? ഇതൊരു വമ്പൻ ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പുതിയൊരു നല്ല സബ്ജക്റ്റുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.